കസ്തൂരിമാനിലെ ആ വില്ലൻ ഇല്ലായിരുന്നെങ്കിൽ ആ ടെൻഷൻസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതിൽ രണ്ട് മൂന്ന് ലോകദാസ് സാറിൻ്റെ റൈറ്റിങ്ങിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് രാജേന്ദ്രൻ്റെ അമ്മയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ. ആ പുറത്തിരുന്ന് മുള്ളുന്ന ഒരു ഒരു സീനുണ്ട്. അത് മലയാള സിനിമയിൽ അങ്ങനെയുള്ള സീൻസൊക്കെ ഭയങ്കര അപൂർവമായിട്ടാണ്. അത്രയും മെനക്കെടില്ല ആൾക്കാർ. എളുപ്പമുള്ള ജോലിയല്ല അത്. ആ മകൻ വരുന്നതും ആ സീനും അത് ഭയങ്കര പാടുള്ള പരിപാടിയാണ്. ആ പാടുള്ള പരിപാടി ഈസി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ രാജേന്ദ്രൻ്റെ ക്യാരക്ടറും രാജേന്ദ്രൻ്റെ അമ്മയായിട്ടുള്ള കണക്ഷനിലും രാജേന്ദ്രൻ എങ്ങനെയാണ് ഇങ്ങനെ പരുവപ്പെട്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന സീൻസും കൂടെയാണത്. മദ്യം കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുക്കുന്നതൊക്കെ അല്ലേ. ഈ രാജേന്ദ്രൻ്റെ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ചിന്തയുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. അതിൽ ഇമോഷൻസ് പല സ്ഥലങ്ങളിലും ആ മറ്റേ പെൺകുട്ടിയോട് ചിരിക്കണം, മറ്റവരോട് ദേഷ്യപ്പെടണം. ഇത് രണ്ടും ഒരേ സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. ഒരേ സമയത്ത് ചെയ്യുമ്പോഴും ചില സീൻസിലൊക്കെ ഇയാൾ ചമ്മിപ്പോകുമ്പോഴും പക്ഷേ ഈ ചമ്മൽ മറച്ചു പിടിക്കുന്നുണ്ട്. ഞാനൊരു സീനും കൂടെ കാണിക്കാം. പേടിയോ? എനിക്കോ? നിങ്ങളുള്ളപ്പോ ഞാൻ ഇവിടെ ഉണ്ടാകുന്ന അമ്മയ്ക്കും ചേച്ചിക്കും പേടിയുണ്ട്. എന്റെ ചേച്ചിയുടെ കണ്ണീര് എനിക്ക് കാണാൻ വയ്യ. അവളോട് പോകാത്ര. രാജേട്ടൻ നിനക്ക് ഒറ്റ പ്രശ്നം ഉണ്ടാക്കില്ല. നീ വീട്ടിലേക്ക് വാ. ഞാൻ വരണില്ല. ഞാൻ വരില്ല. നായിന്റെ മോളെ ചോട്ടണ്ടേ. ഈ പല സീൻസിലും ഈ രാജേന്ദ്രന് ഈ പ്രകടനം കാണിക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് ചില സ്ഥലങ്ങളിൽ ചമ്മും, പക്ഷെ ചമ്മൽ കാണിക്കാൻ പാടില്ല. പിടിക്കണം, ക്യാരക്ടറും പിടിക്കണം. അത് ഭയങ്കര ഒരു രണ്ട് തീയതിയിൽ ഇവളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നുള്ളതാണോ ആഗ്രഹം? അല്ല, അയാള് ബേസിക്കലി അയാളൊരു പോലീസ് ഓഫീസർ ആണെന്ന് നോക്കാം. അപ്പൊ അതിൻ്റെതായ ഒരു ഇതുണ്ട്, കൺട്രോൾ ഉണ്ട്. മറ്റേ ആളോട് റൊമാൻസ് കാണിക്കും. അതെ. പിന്നെ അയാള് മൊത്തം അവനിലൊരു വില്ലത്തരമുള്ള പോലീസ് ഓഫീസറുമാണ്, അല്ലാണ്ട് ഒരു നന്മ നിറഞ്ഞ പോലീസ് ഓഫീസർ അല്ല. അപ്പൊ അതിൻ്റെതായ ഈ പറഞ്ഞ പോലെ അത് പറയണമെങ്കിൽ കുറച്ചൊന്ന് ഫ്ലാഷ് ബാക്ക് പോകണം. കാര്യം ഈ ക്യാരക്ടർ ആക്ച്വലി ആ പടത്തിൽ അത്രയും ഉണ്ടായിരുന്നില്ല. ഇത് പടം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഫസ്റ്റ് ഹാഫ് വരെ അതൊരു കോളേജ്, ഒരു ക്യാമ്പസ് സ്റ്റോറി പോലെയാണ്. സെക്കൻഡ് ഹാഫ് മൊത്തം വേറെ സിനിമയാണ്, ഇല്ലേ? എന്നോട് ആക്ച്വലി എന്നെ പുള്ളി അതിനകത്ത് അഭിനയിക്കാനായിട്ട് രോഹിത് നേരിട്ട് എന്നെ വിളിക്കുന്നത്. രോഹിത്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ട്, അതറിയാമല്ലോ, അച്ഛൻ ആയിട്ടുള്ള. എന്നെ വിളിച്ചിട്ട്, എടാ മോനെ, എനിക്കൊരു എൻ്റെ ഒരു ക്യാരക്ടർ നീ പടം കടന്നുകൊണ്ടിരിക്കുകയാണ്, നീ അതിനകത്ത് ഒരു 2 സീന് ഒന്ന് ചെയ്യണം, ഒരു ഗസ്റ്റ് അപ്പിയർ. കാര്യം ഈ മീരയുടെ ക്യാരക്ടർ അവിടെ ഇത് ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ പറയുമ്പോൾ, നറേറ്റ് ചെയ്യുമ്പോൾ ഒരു മൊണ്ടാഷ് പോലെ ഒരു 2 സീനുണ്ട്. നീ അവരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുക. അത് ചാക്കോച്ചനോട് ഇവള് കഥ പറയുന്ന ഒരു സീക്വൻസാണ് ആള്. അപ്പോൾ അവിടെ മുതൽ ഇങ്ങനെ ആ ക്യാരക്ടർ അതിന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ മാത്രം, അല്ലാണ്ട് അത്രേ ഉള്ളൂ. 2 സീനേ ഉള്ളൂ എന്ന് പറഞ്ഞാണ് വിളിച്ചത്. ഓക്കെ, രോഹിതല്ലോ, ഞാൻ പോയി ചെയ്തു, അത്രേ ഉള്ളൂ. പോരാൻ നേരത്ത് പാക്കപ്പ് സീനെല്ലാം കഴിഞ്ഞ് ഒരു 2 ദിവസം വർക്കോ എനിക്കുണ്ടായിരുന്നു. 2 ദിവസം കൊണ്ട് ആ 2 സീൻ എടുത്തു. അല്ല, സെക്കൻഡ് ഡേ പോരാൻ നേരത്തെ എടുത്ത് പറഞ്ഞു, എടാ ഇച്ചിരി കാശുമൊക്കെ എനിക്ക് തന്നിട്ട് പറഞ്ഞു, ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ നീ ഒന്ന് വരേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഒരു 5-6 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്തോന്ന്. അങ്ങനെയാണ് ആ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തത്. ഓ, അത് അടിപൊളിയാണല്ലോ. ഈ സാറിന്റെ ഒരു നറേഷൻ എങ്ങനെയായിരുന്നല്ലോ ലോകേട്ടനെ എഴുത്ത് വായിക്കുക എന്ന് പറയുന്ന വലിയ പാടാണ്. ഈ എന്താണ്, ഈ വൈദ്യന്മാർ കുറിപ്പടി എഴുതുന്ന പോലെയാണ് പുള്ളിയുടെ മലയാളം. പക്ഷേ എനിക്ക് ഈ ലോകേട്ടനെ ഈ നാടകത്തിൽ നിന്നാണല്ലോ അദ്ദേഹം ശരിക്കും സിനിമയിലേക്ക് വന്നത്. അതുകൊണ്ടാണോന്നറിയില്ല, എനിക്ക് ആ രീതിയിൽ കഥാപാത്രത്തിൻ്റെ ആ ഒരു സത്തയുണ്ടല്ലോ, നമ്മളെ ഒരു റൈറ്ററുടെ ഉള്ളിലുള്ള ആ ക്യാരക്ടറിൻ്റെ ഒരു രൂപം, അത് വന്ന് നല്ല പറഞ്ഞു തരുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കും. അല്ല, ഞാൻ പൊതുവെ രോഹിണെന്നല്ല, ആരും അങ്ങനെ എൻ്റെ അടുത്ത് ഒരാൾ വന്ന് പറയുമ്പോൾ അവരുടെ മുഖത്തെ എക്സ്പ്രഷൻ പോലും നമ്മൾ നോക്കിയിരിക്കണം. അവൻ ആ ക്യാരക്ടറിനെ എത്രത്തോളം ഉൾക്കൊണ്ടു എന്നുള്ളത് അറിയണ്ട. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അത് ഞാൻ കൂടുതൽ ശരിക്കും എന്നേക്കാൾ കൂടുതൽ ഞാൻ കണ്ടത് മീരയുടെ അടുത്ത് ഈ സീൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. കാര്യം അവർക്കത് ഒരിക്കൊക്കെ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാനായിട്ട് വരും. മീര അങ്ങനെയല്ല. മീര കുറച്ചൊന്ന് അവരെ ഇങ്ങനെ ഒന്ന് നമ്മളെ ഒന്ന് പൊക്കിക്കൊണ്ട് വരണം. അങ്ങനെ വന്നാലേ അത്രയും എക്സ്പീരിയൻസിൻ്റെ ഒരു ഇതാണ്. എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്കത് പറ്റും. പിന്നെ ലോകേട്ടൻ്റെയൊക്കെ ഒരു ശൈലി നമുക്കറിയാം. അവരൊക്കെ വന്നിട്ട് ക്ഷമ ഇങ്ങനെയാണ് 2-3 വാചകങ്ങൾ പറഞ്ഞാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ കിട്ടും. കാര്യം നമ്മളുള്ള ആ ഒരു ഇരിപ്പിൻ്റെ പുറത്ത്.
പക്ഷെ മീരയുടെ അടുത്ത് പറയുമ്പോൾ മീര ലൊക്കേഷനിൽ അവർ ഇങ്ങനെ ഇരുന്ന് നമ്മൾ കൊച്ചു കുട്ടികൾക്ക് ഇങ്ങനെ പാല് കോരി കൊടുക്കുന്ന പോലെ കോരി കൊടുക്കുന്നത് കണ്ടാണ്. അതൊക്കെ ഭയങ്കര ഞാനും അപ്പോൾ നമ്മൾ അതിൻ്റെ ക്ലൈമാക്സ് സീക്വൻസ് എന്നൊക്കെ പറയുന്നത് ആക്ച്വലി പുള്ളി അവരെ നന്നായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സീനാണ്. അവർ അത്രയും നന്നായിട്ട് ചെയ്യാനായിട്ട് ഒരു പരിധി വരെ പുള്ളി എന്നെയും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാര്യം ആ സീന് അതുപോലത്തെ ഒരു ആക്ഷനാണ്. അപ്പൊ അത് ആക്ഷനാണല്ലോ കോറിയോഗ്രാഫി മുഴുവൻ എന്നോട് പറഞ്ഞു ഷമ്മി മോനേടാ മോനെ ആ പോർഷൻ നീ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് റിഹേഴ്സൽ കാണിച്ചു ഒരു കമ്പോസ് ചെയ്തേ. അപ്പം അങ്ങനെ വെച്ചിട്ട് ഈ നടികളെ മാറ്റിയിട്ട് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ ഇരുത്തിയിട്ട് ഞാൻ അവരെ കൊണ്ട് ഞാനാണത് കമ്പോസ് ചെയ്തത്, അങ്ങനെ ഒരു മൂവ്മെന്റ് ഇട്ടത്. അപ്പോൾ അത് കാണുമ്പോൾ അപ്പുറത്ത് അവിടെ ഇരുന്ന് മീര കാണും. അപ്പൊ അവർക്ക് ആ ഒരു അങ്ങനെയാണ് അത്. ഇതിനേക്കാൾ ഭംഗിയാണ് തമിഴില്, മലയാളത്തിനേക്കാൾ ബ്യൂട്ടിയാണ്. അടിപൊളി. പടവും മൊത്തത്തിൽ എനിക്ക് ഞാൻ ചെയ്തത് തന്നെയാണ്. മലയാളം ചെയ്ത എന്റെ പോർഷൻ ഞാൻ പറയുന്നത് മലയാളം ചെയ്തതിനേക്കാൾ എനിക്കിഷ്ടം തമിഴാണ്. ഓ അടിപൊളി. അത് കണ്ടിട്ടില്ല. അത് തമിഴ് യൂട്യൂബിലുണ്ട്. തീർച്ചയായിട്ടും കാണാം. ഡബ് ചെയ്തേക്കുന്നത് ഞാനല്ലെന്നേ ഉള്ളൂ. അതിൻ്റെതായ ഒരു പരിമിതി ഡബിംഗ് സൂപ്പർ സ്റ്റാറിനെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചില്ല, മോശമായി പോയി. എന്തോ അതെനിക്കറിയില്ല. ഇത് ഒത്തിരി വിഷമമുണ്ടായ ഒരു സംഭവമായിരുന്നു. ഞാൻ പോയി ഒന്ന് ട്രൈ ചെയ്തതാണ്. പക്ഷെ എന്നാൽ അതിനേക്കാൾ നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ല. ഞാൻ ചെയ്തതിനേക്കാൾ നന്നായി. പക്ഷെ ഞാൻ ചെയ്തതിനേക്കാൾ ബോറായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഞാൻ തമിഴിൽ പോയി ഞാൻ ഏകദേശം 3/4 ഭാഗം ഞാൻ ചെയ്തു. അപ്പോഴത്തേക്ക് അവിടുത്തെ അവർ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ തമിഴ്, അപ്പോൾ അവർ പറഞ്ഞ് തമിഴ് ഒരാളെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നതാണ് നല്ലത്. ലോഹിയേട്ടനൊക്കെ ആയിരുന്നു. അങ്ങനെ